2019 മോഡൽ വണ്ടിയിൽ 2015 ടയറും. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർക്ക് വേണ്ടി ഒരു വണ്ടി നോക്കാൻ പോയ സമയത്ത് കണ്ട ഒരു കാര്യം ഇത്. സംഗതി വേറൊന്നുമല്ല, പഴയ ടയറുകളുണ്ടല്ലോ, യൂസ്ഡ് ടയറുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇന്നിപ്പം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട്. യൂസ്ഡ് ടയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തീരെ ചെറിയ വണ്ടികളുണ്ടല്ലോ, ആൾട്ടോ 800 ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ പഴയ വണ്ടികൾ വലിയ സ്പീഡിലൊന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് ടയർ അതിലുപയോഗിക്കാം. അതല്ലാതെ ഔഡി പോലെ അല്ലെങ്കിൽ BM പോലുള്ള വണ്ടികളിൽ യൂസ്ഡ് ടയർ എടുത്ത് യൂസ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ സാധനം പൊട്ടും. നമ്മളുടെ തന്നെ ദുബായിലെ ഇൻസ്പെക്ഷൻ ടീമിൻ്റെ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടുത്തെ ഇൻസ്പെക്ഷൻ ചെക്ക് ലിസ്റ്റിനകത്തിൽ കൃത്യമായിട്ട് ടയറിൻ്റെ ലൈഫ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം 4 വർഷത്തിൽ കൂടുതൽ ഏജിംഗ് ഉള്ള ടയർ അവിടെ യൂസ് ചെയ്യാൻ അവിടെ അനുവദിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ഈ ടയറുകൾ വന്നടിയുന്നത് നമ്മുടെ കേരളത്തിലാണ്. അത് ഈ പറയുന്ന ഹൈ സ്പീഡ് ഓപ്പറേഷൻ ഇല്ലാത്ത വണ്ടികൾ ചെറിയ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ടയർ പൊട്ടിയാലും കുഴപ്പമില്ല എന്നുള്ളവർക്ക് വാങ്ങി യൂസ് ചെയ്യാം. അതല്ലാതെ ഹൈ സ്പീഡിൽ പോകാൻ സാധ്യതയുള്ള വണ്ടികളിൽ ഈ ടയറുകൾ കാണുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല പുത്തൻ ടയർ പോലെ ഇരിക്കും. പക്ഷേ ഇതിനെ ഒന്ന് അടുത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിൻ്റെ സൈഡ് വോളുകളിലെ ക്രാക്കുകളും അതേപോലെ തന്നെ ചിപ്പിങ്ങും കാര്യങ്ങളും ഏജിങ് കൊണ്ടുള്ള ഡാമേജസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ലൈഫാണോ വലുത് അതോ തൽക്കാലത്തേക്ക് ഉള്ള ലാഭമാണോ വലുത് എന്ന് ആലോചിച്ചിട്ട് ടയർ ചൂസ് ചെയ്യുക. വയറിന് പണി കിട്ടാതിരിക്കാൻ വേണ്ടി എക്സ്പയറി ഡേറ്റ് നോക്കി ഫുഡ് വാങ്ങി കഴിക്കുന്ന നമ്മുടെ മലയാളികൾ ലൈഫിന് പണി കിട്ടാതിരിക്കാൻ വേണ്ടി എക്സ്പയറി ഡേറ്റ് നോക്കി ടയർ വാങ്ങുന്നത് എപ്പോഴും നല്ലതായിരിക്കും.